ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ നടന്ന മാച്ച് എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് ആയിരുന്നു. ടോസ് വിൻ ചെയ്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, GTയുടെ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം തീർത്തും ശരിവെക്കുന്ന രീതിയിലല്ലായിരുന്നു പഞ്ചാബ് കിങ്സിൻ്റെ ബാറ്റിംഗ് തുടക്കം. നല്ല രീതിയിൽ തുടങ്ങിയ പഞ്ചാബിന് തുടക്കത്തിലെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും പവർ പ്ലേയിൽ പ്രഭ് സിമ്രാനും അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യരും അടിച്ചു കളിച്ചു. ശ്രേയസ് അയ്യറിന് വെറും 3 റൺസിനാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നഷ്ടമായത്. അദ്ദേഹം സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ സ്കോർ ഉയർത്താനാണ് ശ്രദ്ധിച്ചത്. അങ്ങനെ നല്ലൊരു പടുകൂറ്റൻ ടോട്ടൽ തന്നെ അവർക്ക് ഉയർത്താൻ സാധിച്ചു. അതിനുശേഷം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കത്തിൽ ജോസ് ബട്ട്ലറും സായ് സുദർശനുമൊക്കെ മികച്ച തുടക്കം നൽകിയെങ്കിലും അതവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പവർ പ്ലേയിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും അത് കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നാണ് ഗുജറാത്ത് ടൈറ്റൻസ് വിചാരിച്ചത്. എങ്കിലും സായ് സുദർശനും ജോസ് ബട്ട്ലറുമെല്ലാം പോയപ്പോൾ ടീമിൻ്റെ റണ്ണിങ് വേഗത കുറയുകയും ടീം പരാജയത്തിലേക്ക് വീഴുകയുമായിരുന്നു. ഇന്നലത്തെ എക്സാമിൻ്റെ എടുത്തു പറയേണ്ടത് ശ്രേയസ് അയ്യർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പലതരം ഷോട്ടിലുള്ള കളക്ഷനാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സ്കോർ സമ്മാനിച്ചത്. അദ്ദേഹം 97 റൺസായിരുന്നു സ്കോർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പല ഷോട്ടുകളും ക്ലാസിക് ഷോട്ടുകളും ബിഗ് ഹിറ്റുകളുമായിരുന്നു. അദ്ദേഹം സെഞ്ചുറിക്ക് അകലെ 3 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സ്ട്രൈക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം സെഞ്ചുറി അടിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഓപ്പോസിറ്റ് ബാറ്റ്സ്മാനോട് അടിച്ചു കളിക്കാനാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ക്യാപ്റ്റൻസി എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിന് മറ്റ് IPL ക്യാപ്റ്റന്മാർ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള ഇതിൽ അവർക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടായിരുന്നെങ്കിലും പഞ്ചാബ് ടീംസിന് അത് കാര്യമായൊരു ഇമ്പാക്റ്റ് ഈ കളിയിൽ സൃഷ്ടിച്ചെങ്കിലും ഇനിയുള്ള മത്സരങ്ങളിൽ അവർ അത് തീർച്ചയായും ഉപയോഗപ്പെടുത്തുമെന്ന് കരുതാം. അവരുടെ വീക്ക്നെസ് എല്ലാം അവർ തിരുത്തി ഇനിയും മോർ പവർഫുള്ളായി വരുമെന്ന് വിചാരിക്കാം. ഗുജറാത്ത് ടൈറ്റൻസ് കപ്പിനും ചുണ്ടിനും മരികെ വിജയം നഷ്ടപ്പെട്ടെങ്കിലും ഇനിയും ഉള്ള 14 ലീഗ് മാച്ചുകളാണ് ഈ മത്സരത്തിലുള്ളത്. അതിനുശേഷമാണ് സെമി ഫൈനലും ഫൈനലും ഒക്കെ വരുന്നത്. 4 ടീമുകളാണ് ക്വാളിഫൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള 13 മാച്ചുകളിൽ അവർക്ക് ഗുജറാത്ത് ടൈറ്റൻസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത ശുഭ്മാൻ ഗിൽ തീർച്ചയായിട്ടും ചേസ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റിന് വേണ്ടിയുള്ള തുടക്കം അവർക്ക് കിട്ടിയെങ്കിലും അത് ഫിനിഷ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അതെന്തായാലും ഇനി മാറ്റി പുതിയൊരു തരത്തിൽ അവരുടെ പോരായ്മകളൊക്കെ നികത്തി വരും മത്സരങ്ങളിൽ തിരിച്ചു വരുമെന്ന് കരുതാം.